ഔട്ട് ആൻഡ് ഔട്ട് വ്യത്യസ്തമായ സിനിമകൾ. ഇങ്ങനെയെല്ലാം സിനിമയെടുക്കാൻ സാധിക്കുമോ എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരിക്കൽ AR മുരുകദോസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. ഇന്ന് ഏറ്റവും മികച്ച എഴുത്ത് കാണാൻ സാധിക്കുക മലയാള സിനിമയിലാണ്. മലയാളം റൈറ്റേഴ്സിനോടും ആക്ടേഴ്സിനോടും അസൂയ തോന്നുന്നു. SS രാജമൗലിയുടെ വാക്കുകളാണിത്. കണ്ടന്റ് കൊണ്ടും മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും അഭിനയ മികവ് കൊണ്ടുമെല്ലാം എല്ലാ കാലത്തും മറ്റ് ഇന്ത്യൻ ഇൻഡസ്ട്രികളെ മലയാള സിനിമ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അസൂയപ്പെടുത്തിയിട്ടുണ്ട്. ആ മികവ് മോളിവുഡ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുമുണ്ട്. കിഷ്കിന്ധാകാന്ഡം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, ആടുജീവിതം തുടങ്ങി നിരവധി സിനിമകൾ മലയാളത്തിനപ്പുറം മറ്റ് സൗത്ത് ഇൻഡസ്ട്രികളിൽ നിന്നും ബോളിവുഡിൽ നിന്ന് വരെ പ്രശംസ പിടിച്ചുപറ്റി. ആ ലിസ്റ്റ് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഓരോ അപ്ഡേറ്റുകൾ കൊണ്ടും റിലീസ് കൊണ്ടും മലയാള സിനിമ തെളിയിക്കുന്നതും. ഈ വർഷം തുടങ്ങിയത് മുതൽ മികച്ച സിനിമകൾ മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ആസിഫ് അലിയുടെ രേഖാചിത്രം, ബേസിൽ ജോസഫിന്റെ പൊന്മാൻ, ശരൺ വേണുഗോപാലിന്റെ സംവിധാനത്തിലെത്തിയ നാരായണീന്റെ മൂന്നാൺമക്കൾ, കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നസ്ലന്റെ ആലപ്പുഴ ജിംഖാന എന്നിവയെല്ലാം ഇക്കൊല്ലം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ മലയാള സിനിമകളാണ്. പണ്ടൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു, മലയാള സിനിമയ്ക്ക് നല്ല ടെക്നീഷ്യൻസും റൈറ്റേഴ്സും ആക്ടേഴ്സും ഉണ്ട്. ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ മലയാള സിനിമയെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ആ സ്പാർക്ക് സ്വന്തം സംവിധാനത്തിലൂടെ, എമ്പുരാനിലൂടെ പൃഥ്വി മലയാളത്തിൽ എത്തിച്ചെന്ന് കരുതാം. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ റെക്കോർഡുകളിലൂടെ എമ്പുരാൻ കത്തിക്കയറി. മോളിവുഡിനപ്പുറം പാൻ ഇന്ത്യൻ ലെവലിലെത്തിയ സിനിമ പല വിവാദങ്ങളിലൂടെ അടക്കം ഇന്ത്യ മൊത്തം ചർച്ചയാവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് പുറത്തിറങ്ങിയ തുടരും മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. ചിത്രത്തിന്റെ കഥയ്ക്കും മേക്കിങ്ങിനും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ പ്രകടനത്തിനും ലഭിക്കുന്ന പ്രതികരണങ്ങൾ അതിഗംഭീരമാണ്. ഇനിയും നിരവധി സിനിമകളാണ് മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് അവ ഓരോന്നിനുമായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ സർക്കിട്ട് മെയ് 8-നാണ് റിലീസ്. താമർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സംഗീതമൊരുക്കിയിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. ദിവ്യപ്രഭയും ദീപക് പറമ്പോലും ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആസിഫിന്റെ തന്നെ ആഭ്യന്തര കുറ്റവാളിയും റിലീസ് കാത്ത് കിടക്കുന്നുണ്ട്. നേരത്തെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയായിരുന്നു. സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രം അടുത്ത മെയ്യിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൊവിനോ തോമസ് നായകവേഷത്തിലെത്തുന്ന നരിവേട്ട മെയ് 16-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിന് ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മുത്തങ്ങ സമരത്തെ സൂചിപ്പിക്കും വിധമാണ് ട്രെയിലർ. ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തുള്ള സിനിമയാണെന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ബിഗ് ഗെയിംസിൽ മമ്മൂട്ടിയുടെ സിനിമകൾ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്നുണ്ട്. ഈ വർഷം പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ 2 സിനിമകൾക്കും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സനും ബസൂക്കയ്ക്കും അത്ര മികച്ച പ്രതികരണമല്ല ലഭിച്ചിരുന്നത്. ഭൂരിഭാഗം പ്രേക്ഷകരെയും ചിത്രം തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ അത്രമേൽ പ്രതീക്ഷയോടെയാണ് ഏവരും കാത്തിരിക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന കളങ്കാവലാണ് അതിലൊന്ന്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായിരുന്നു. ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ വില്ലൻ വേഷത്തിലാകും മമ്മൂട്ടി എത്തുകയെന്നാണ് റിപ്പോർട്ട്. വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും തേടിപ്പോകുന്ന മമ്മൂട്ടിയുടെ ലിസ്റ്റിലേക്കുള്ള പുതിയ എൻട്രിയാകും കളങ്കാവലിലെ വേഷം. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി ആരാധകർക്ക് അപ്പുറം പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റിനായും കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. മമ്മൂട്ടി മോഹൻലാലും വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇത്രയേറെ ആഘോഷിക്കപ്പെടാനുള്ള കാരണം. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരും അഭിനയിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് മഹേഷ് നാരായണൻ ഒരുക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഏവരും സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. എമ്പുരാൻ തുടരും. തുടർച്ചയായി 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വവും ഇക്കൊല്ലം തന്നെയാണ് റിലീസ്. മോഹൻലാൽ, സത്യൻ അന്തിക്കാട് എന്ന എവർഗ്രീൻ കോംബോ തിരിച്ചെത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമ ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും. മാളവിക മോഹൻ, സംഗീത് പ്രതാപ് എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മലയാളത്തിന്റെ ലക്കി ഇയർ ആയിരുന്നു 2024. കോടി ക്ലബ്ബുകളുടെ കണക്കെടുത്താലും പോപ്പുലർ സിനിമകളുടെ കണക്കെടുത്താലും കഴിഞ്ഞ വർഷം നമ്പർ 1 തന്നെയായിരുന്നു മലയാള സിനിമകൾ. ഈ വർഷവും അവ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കഥകളും പരീക്ഷണങ്ങളും മലയാള സിനിമ തുടരുമെന്ന് തന്നെയാണ് വരാനിരിക്കുന്ന സിനിമകളും പറഞ്ഞു വെക്കുന്നത്. അവയോരോന്നിനായി കാത്തിരിക്കുകയാണ് മലയാളികളും സിനിമാ പ്രേമികളും.